പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 74 വയസ്സുള്ള മുഹമ്മദ് കുട്ടി മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മനുഷ്യന്റെ മരണമാണ് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. ഇതാണ് വാർത്ത. വഴിതർക്കത്തിനിടെ മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു. വെറുമൊരു വഴിതർക്കത്തിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്. മൃഗങ്ങളെപ്പോലെ കടിച്ചു കീറി മനുഷ്യർ തമ്മിൽ മരിക്കുകയാണ്. 74 വയസ്സുള്ള ഈ മനുഷ്യനെയാണ് തല്ലിച്ചതച്ചത്. അതും ബന്ധുക്കൾ തന്നെയാണത്രേ തല്ലിയത്. നമ്മളൊക്കെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ സ്ഥിരമായി കിടക്കേണ്ടത് 6 അടി മണ്ണിലാണെന്ന് ആരും ഓർക്കുന്നില്ല. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴേ ഇതൊക്കെ ഓർമ്മ വരും. അന്നൊന്നും നമുക്കിതിന് സമയവും നേരവും കിട്ടില്ല. ആ സമയത്തുണ്ടാകുന്ന ബത്തപ്പാടും ബേജാറും അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഇന്ന് ചെയ്തേക്കണം. മരണം കടന്നു വരുന്നത് ഒരു ഇൻഫർമേഷനും തരാതെ ആയിരിക്കും. അപ്പോൾ നമുക്കതിനൊന്നും നേരം കിട്ടില്ല. പിന്നെ ഭയങ്കര ബത്തപ്പാടായിരിക്കും, ബേജാറായിരിക്കും. അല്ലാഹു തആല നമുക്കൊക്കെ ഈമാൻ തരട്ടെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എവർക്കും നൽകട്ടെ. ഈ മനുഷ്യന്റെ മരണം നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇദ്ദേഹത്തിന് ബന്ധുക്കളുടെ മർദ്ദനമേൽക്കുന്നത് ഡിസംബർ 18 അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് ഈ 74 വയസ്സുള്ള മുഹമ്മദ് കുട്ടി എന്ന പേരുള്ള ഈ മനുഷ്യൻ മരണപ്പെടുന്നത്. അതുമാത്രമല്ല അതിശയം, സഹോദരനും മക്കളും കൂടിയാണത്രേ ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. സുബ്ഹാനല്ലാഹ്, പടച്ചറബ്ബ് കാക്കട്ടെ. ഡിസംബർ 18 സഹോദരനും മക്കളും കൂടി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ മുമ്പേ വഴിതർക്കവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ടത്രേ. അതിനിടെയാണ് ഡിസംബർ 18 ഈ തർക്കത്തിൽ കിടക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള തേങ്ങ ഉൾപ്പെടെയുള്ള ഫലങ്ങളുമായി ഇദ്ദേഹം വാഹനത്തിൽ വരുമ്പോഴാണ് സഹോദരന്റെ മക്കളായ സലാം, അഷ്കർ എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു അത്രേ. മുഹമ്മദ് കുട്ടിയെ സലാം പിടിച്ചു തള്ളുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതുമായ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടത്രേ. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്നതിനിടെ ഈ അഷ്കറി എന്ന് പറയുന്നവൻ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിയത്രേ. സുബ്ഹാനല്ലാഹ്, 74 വയസ്സുള്ള ഒരാളെയാണ് ഇങ്ങനെ ചവിട്ടി മതച്ചത്. ഈ ചത്താളെ വീണ്ടും കൊല്ലുക എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഈ അഷ്കർ അവസാനം ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടിയത്. അങ്ങനെ സംഭവത്തിൽ സലാമിനും അഷ്കറിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ നെട്ടൽ ഉൾപ്പെടെ പരിക്കേറ്റ മുഹമ്മദ് കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഹമ്മദ് കുട്ടിക്ക് ഹൃദയരോഗം ഉൾപ്പെടെയുള്ള രോഗമുള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വെളിപ്പെടുത്തുകയുള്ളൂ. ഇതിപ്പോ എന്തെന്നായാലും ആള് മരണപ്പെട്ടു. ഒരു വഴിതർക്കത്തിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്. 74 വയസ്സുള്ള ഒരു മനുഷ്യനെ ഇവരൊക്കെ ചെയ്തത് എന്താ? ബന്ധുക്കൾ പറയുന്നത് മർദ്ദനമേറ്റ പരിക്കുകൾ കൊണ്ടാണ് ഈ മുഹമ്മദ് കുട്ടി മരണപ്പെട്ടതെന്ന്. അതുകൊണ്ട് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബന്ധുക്കൾ പറയുകയാണ്. പടച്ചറബ്ബ് അവർക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കുറ്റിപ്പുറം മൂടാൽ സ്വദേശിയാണ് ഈ മുഹമ്മദ് കുട്ടി. പ്രിയപ്പെട്ടവർ, ഇന്ന് ഒരുപാട് മരണമുണ്ട്. ഒരു ചെറിയൊരു മോന്റെ മരണമുണ്ട്. കളിക്കുന്നതിനിടെ തെരുവനായ ഓടിച്ച് ഒരു കിണറിൽ വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. ആ മകന് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് പൊഴുതന വാഹന അപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു. വടകര കണ്ണൂർ സ്വദേശി റിയാസ് 54 വയസ്സാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിയാസിന്റെ കുടുംബം സഞ്ചരിച്ച കാറ് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. പൊഴുതന 6-ാം മൈലിലായിരുന്നു അപകടമുണ്ടായത്. കുടുംബത്തിലെ 3 പേരും ഇപ്പോഴും ചികിത്സയിലാണ്. പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരായ അങ്ങനെ ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. പടച്ചറബ്ബേ, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. അവർക്ക് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്ത് ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. അർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ. നരകം അവർക്ക് അറാമാക്കണ റബ്ബേ.
ഇവിടെയൊക്കെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഒരു ചെറിയ മോനാണ് റബ്ബേ മരണപ്പെട്ടത്. ആ മോന്റെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഈ മരണപ്പെട്ടു പോയവർക്ക് അർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കണ റബ്ബേ. പരസ്യവും രഹസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മളെയൊക്കെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബേ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. മരണപ്പെട്ടവരാണ്, ആരും മുഷിപ്പ് തോന്നരുത്. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.